വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ടോ അനിയനുമായിട്ടൊക്കെ? മുടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരാളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് മോളുടെ മുടിയിൽ ഇങ്ങനെ കയറി അങ്ങ് പിടിച്ചു, എന്താ ചെയ്യുന്നത്? തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് കാണിച്ചു തരാം, ഇങ്ങനെ പിടിക്കുക. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ മുടി സേഫ് ആക്കണം. മുടി സേഫ് ആക്കുക. കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ഇതൊക്കെ? ചെയ്തോ. ഇങ്ങനെ പിടിച്ചിട്ട് കാൽ മുട്ട് മടക്കി ഞാൻ പറഞ്ഞതിൻ്റെ ഗ്രോയിൻ പാഡിൽ ഒരു ഇടിയോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതി എന്തെങ്കിലും 2 കടിയോ ഒക്കെ തന്നിട്ട് ഓടി രക്ഷപ്പെടുക. മെയിനായിട്ട് എന്തുവാ? ശബ്ദം ഉയർത്തുക, ഓടി രക്ഷപ്പെടുക. കുറച്ചൊരു പ്രഹരം കൊടുക്കുക, ശബ്ദം ഉയർത്തുക, ഓടി രക്ഷപ്പെടുക. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുക, ഒരാൾ വന്നിങ്ങനെ അങ്ങ് പിടിച്ചു, എന്ത് ചെയ്യും ഞാൻ? എന്താ എൻ്റെ ഉദ്ദേശം എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ വന്നങ്ങ് പിടിച്ചു, പലതും ആകാം. അപ്പം എന്നെ ഒരാൾ ഇങ്ങനെ വന്ന് പിടിച്ചു, എന്ത് ചെയ്യും ഞാൻ? എനിക്ക് പെട്ടെന്ന് രക്ഷപ്പെടണം, എന്ത് ചെയ്യും? വിടറാന്ന് പറയും. എന്നെ വിടറാ പറഞ്ഞില്ല, വിട്ടില്ല. കൈ ഇങ്ങനെ തട്ടി ഉറക്കെ നമ്മുടെ ഈ ഒരു ഭാഗത്തോട് വെച്ചിട്ട് കൈ തട്ടി മാറ്റാം. അല്ലെങ്കിൽ ഒന്നുകൂടി പിടിച്ചോ, കൈ ഈ ഒരു മുട്ടുണ്ടല്ലോ, മുട്ട് ഭാഗത്തോട് ചേർത്ത് നമ്മുടെ കൈ ഇങ്ങനെ ആക്കി, നമ്മളിപ്പോൾ വളരെ ചെറുതായിട്ടാണ് ചെയ്യുന്നത്, ഇങ്ങനെ ആക്കിയാലും അവനൊന്ന് വേദന വന്നിട്ട് ഒന്ന് പിന്മാറും. ആ പിന്മാറുന്ന രീതിയിൽ നമുക്ക് ഓടി രക്ഷപ്പെടാം. പേരെന്താ? അഹല്യ മധു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. തൈക്കാവിലാണ് പഠിക്കുന്നത്. സ്വയം പ്രതിരോധം എന്ന് കേട്ടിട്ടുണ്ടോ? മോളിങ്ങനെ ഒറ്റയ്ക്കാണോ സ്കൂളിൽ നിന്ന് വീട്ടിലൊക്കെ പോകുന്നതും ട്യൂഷന് പോകുന്നതും ഒക്കെ ഒറ്റയ്ക്കാണോ? വീട്ടുകാരും കൂടെ വരാറില്ല? കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകും. ആ ഒറ്റയ്ക്ക് നടന്ന് പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും സാഹചര്യം ഇങ്ങനെയുള്ള ആരെങ്കിലും ആക്രമിക്കാനായിട്ട് മുതിർന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. മോൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി ആരെങ്കിലും മോളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന വഴിക്ക് മോളെ തുറിച്ച് നോക്കുവോ, മോളുടെ കയ്യിൽ കയറി ഇങ്ങനെ പിടിക്കാൻ നോക്കുവോ, അല്ലെങ്കിൽ എന്തുവാടിന്ന് ചോദിച്ചാലോ മോൾ എന്ത് ചെയ്യും? എന്തുവാടും തിരിച്ചു ചോദിക്കും അല്ലേ? ആ ചോദിക്കുന്നതിന് കൂടെ അവന് തിരിച്ചു ചോദിച്ചു, അതിന് പകരം പുള്ളിക്കാരൻ ഇങ്ങനെ കൈ പിടിച്ചോണ്ടങ്ങ് പോവാം, അല്ലെങ്കിൽ മോളെ ഇങ്ങനെ കുഞ്ഞല്ലേ ഇങ്ങനെ എടുത്തോണ്ടങ്ങ് പോവാണ്. അപ്പോൾ എന്ത് ചെയ്യും? അലയ്ക്കും. ഉറക്കെ നില വിളിച്ചിട്ട് മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ ആകർഷിക്കും. ഓക്കെ, അടുത്തങ്ങും ആരും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പം ഞാൻ ചെറിയൊരു കാര്യം, ഒരാളിങ്ങനെ എടുത്തോണ്ട് പോവാം. അപ്പോൾ എന്താ ചെയ്യുന്നത്? പിടിച്ച് വലിച്ചുകൊണ്ട് പോവാം. അപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ പഠിച്ചിട്ടുണ്ടല്ലേ കൈ വിടുവിക്കുന്നത്. ഇങ്ങനെ പിടിച്ചാലോ? ഓർമ്മയുണ്ട് കുട്ടിക്ക്. പിന്നെ ഇങ്ങനെ പിടിച്ചാലോ? ഇങ്ങനെ എടുക്കും. ശ്രദ്ധിക്കോ? പിന്നെ അത് മാത്രം മതിയോ? നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ ആയുധങ്ങളുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന ആയുധങ്ങൾ? ഏതൊക്കെയാണ്? കൈമുട്ട്, അത് തലയുടെ ഭാഗം, പിന്നെ കൈയുടെ മുഷ്ടി, കൈയുടെ മുട്ട്, താഴോട്ട് വരുമ്പോൾ കാലിൻ്റെ മുട്ട്, കാലിൻ്റെ പാദം. ഇതാണ് നമ്മുടെ സ്ട്രോങ്ങർ പാർട്സ്. വീക്കർ പാർട്സ് ഏതൊക്കെയാണ്? കണ്ണ്. എൻ്റെ ഈ 2 കൈ വെച്ച് മോളുടെ കണ്ണിൽ 2 കുത്തു തരാം. ഏത് അക്രമിയാണെങ്കിലും ഒന്ന് വേദനിക്കുമോ? ഏത് അക്രമിയുടെ കണ്ണ് സെൻസിറ്റീവ് ആയിരിക്കുമല്ലോ അല്ലേ? 2 കൈയും ചെവിക്ക് 2 അടി തന്നാലോ? അടയും. കീന്നൊരു സൗണ്ട് വെക്കും അല്ലേ? പിന്നെ കൈ വെച്ചിട്ട് തൊണ്ടക്കുഴിക്ക് 2 കുത്തു തന്നാലോ? വേദനിക്കും അല്ലേ? എത്ര വലിയ ജിമ്മനാണെങ്കിലും എത്ര വലിയ ബലമുള്ള ആളാണെങ്കിലും വേദനിക്കത്തില്ലയോ? പിന്നെ ഈ കൈമുട്ട് കൊടുക്കുമ്പോൾ നെഞ്ചിനൊരു ഇടി തരട്ടെ, വേദനിക്കുവോ? വയറിനൊരു ഇടി തരട്ടെ, വേദനിക്കുവോ? ഗ്രോയിൻ പാർട്ടിൻ്റെ കാലിൻ്റെ മുട്ട് മടക്കി ഗ്രോയിൻ പാർട്ടിനൊരു ഇടി തരട്ടെ, വേദനിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ സ്ട്രോങ്ങർ പാർട്സും വീക്കർ പാർട്സും മനസ്സിലാക്കണം. സ്ട്രോങ്ങർ പാർട്സ് ആണോ വീക്കർ പാർട്സ് ആണോ കൂടുതൽ? വീക്കർ. നമ്മൾ പറഞ്ഞു തന്നെ നോക്കിയപ്പോൾ വീക്കർ. വയറ് വരെ പറഞ്ഞുള്ളൂ. പിന്നെ ഗ്രോയിൻ പാർട്ട്, കണ്ണ്, ചെവി, മൂക്ക്, പിന്നെ ഈ ചുണ്ടിൻ്റെ ഭാഗം, തൊണ്ടക്കുഴി, നെഞ്ചിൻ്റെ ഭാഗം, വയറ്, പിന്നെ നമ്മുടെ ഗ്രോയിൻ പാർട്ട്. അത്രയാണ് നമ്മുടെ വീക്കർ പാർട്ട് എന്ന് പറയുന്നത്. സ്ട്രോങ്ങർ പാർട്ടിനേക്കാളും ഉള്ളത് എന്താ? അപ്പോൾ വീക്കർ പാർട്ട്. അപ്പോൾ നമ്മുടെ സ്ട്രോങ്ങർ പാർട്ട് ഉപയോഗിച്ചുകൊണ്ട് അക്രമിയുടെ വീക്കർ പാർട്ടിനെ ആക്രമിക്കും. നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് സ്ട്രോങ്ങർ, മുടി സ്ട്രോങ് ആണോ വീക്കാണോ? വീക്കാ. അക്രമിയുടെ നമ്മളിപ്പോൾ എത്ര ബലം കുറഞ്ഞ ആളാണെങ്കിലും അക്രമിയുടെ മുടിയിൽ ഇച്ചിരി ബലത്തേക്ക് കയറി പിടിച്ച് അവന് വേദനിക്കുമോ? മൊട്ടത്തലയിലാണെങ്കിൽ പറ്റില്ല. അപ്പം മുടിയുള്ള ആളാണെങ്കിൽ നമുക്ക് മുടിയെ പിടിച്ച് വലിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ നഖമില്ലേ? നഖത്തിൻ്റെ കാര്യം പറഞ്ഞു. നഖമില്ലേ? പല്ലില്ലേ? നഖം വെച്ചിട്ട് നമുക്ക് അവനെ അള്ളിക്കൊണ്ട്, മോളിപ്പോൾ ഒരു കുഞ്ഞാണെങ്കിൽ എത്ര വലിയ ആളാണെങ്കിലും നഖം വെച്ച് അള്ളിയാൽ എന്തായിരിക്കും? മോൾക്ക് നഖമുള്ള ആളാണെങ്കിൽ ആ നഖം വെച്ച് അള്ളിയാൽ വേദന സെയിം ആയിരിക്കും. നമ്മൾ ഇതൊന്ന് ഇടിക്കുമ്പോൾ പുള്ളിക്കാരനെ ഏറ്റില്ലെങ്കിൽ പോലും നഖം വെച്ചൊന്ന് അള്ളിയാൽ പുള്ളിക്കാരന് പല്ല് വെച്ച് കടിക്കാം. പിന്നെ വേണമെങ്കിൽ ഇക്കിളിടാം. അത് പിന്നെ ഒരു ഡിഫറൻസ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പക്ഷെ നിങ്ങളെ പോലുള്ള കുഞ്ഞു കുട്ടികൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാറുണ്ട്, വേണമെങ്കിൽ അയാളോ നിക്കിളിടാം. എന്നിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം. നമ്മൾ ഇയാൾ ഡിഫെൻഡ് ചെയ്യുവാണോ? അല്ല, പകരം നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുമല്ല, പ്രതിരോധിച്ച് നിൽക്കുമല്ല. പിന്നെയോ അയാളുടെ ആ ഒരു നോട്ടത്തിനോ അറ്റാക്കിന്നോ രക്ഷപ്പെട്ട് നമുക്ക് ഓടണം. എന്നിട്ട് മാറി നിന്നിട്ട് അയാളിൽ നിന്ന് നമ്മൾ ആദ്യം രക്ഷ നേടണം. രക്ഷ നേടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ മോളെ ഒരാൾ നോക്കി, മോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, മോൾ ആളിൽ നിന്ന് രക്ഷപ്പെട്ടു. നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ട് ഓടി മാറിയിട്ട് എന്ത് ചെയ്യും?
ഓടി മാറി അങ്ങ് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവോ? പിന്നെ അച്ഛനോടും അമ്മയോടും പറയാതിരിക്കുവോ? പറയും, അച്ഛനോടും അമ്മയോടും പറയും. എന്നിട്ട് അവരാരെയാണോ അറിയിക്കേണ്ടത് അവരെ അറിയിച്ചിട്ട് ഈ പുള്ളിക്കാരൻ പിന്നെ അവന് എന്താ പറയുന്നത്, വേറൊരാളെ തൊടാൻ അവന് ധൈര്യം വരുമോ? മോള് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞില്ലെങ്കിലോ? മോളെ ആക്രമിച്ചു, മോൾക്ക് സെൽഫ് ഡിഫെൻസ് അറിഞ്ഞിട്ടും മോള് പ്രതികരിച്ചു. എന്നിട്ട് മോള് പോയി ആരോടും നാണക്കേട് ഭയ, അയ്യോ ഇനി എൻ്റെ എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് ഓർത്തിട്ട് നാണക്കേട് ഭയന്ന് മോള് മാറിയിരുന്നു. അപ്പം എന്താ ചെയ്യുന്നത് അവന്? പിന്നെ ഇപ്പം മോളൊന്ന് പ്രതികരിച്ചു, അവനൊന്ന് ഷോക്കായി കാണും. പിന്നെ അവനിത് തന്നെ ചെയ്ത് വേറെ ആൾക്കാർ മോൾ ആരോടും പറഞ്ഞില്ല. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഒരാളോട് പറയുകയും കൂടെ ചെയ്യണം. അപ്പം അച്ഛനോടോ അമ്മയോടോ, ആരോടോ പറയണ്ടേ? അച്ഛനോടോ അമ്മയോടോ ടീച്ചറിനോടോ പറയണം. അപ്പം അവർ ആരെയാണോ അറിയിക്കേണ്ടത് അതിൻ്റെ അധികാരികളെ അറിയിച്ച് പിന്നെ അവൻ പുറം ലോകം കാണത്തില്ല. ആക്രമിക്കാൻ വരുന്നു അവൻ. അങ്ങനെ നമ്മുടെ പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് തൊടാനുള്ളതാണോ? നമ്മൾ അതിനാണോ അച്ഛനും അമ്മയും വളർത്തിയേക്കുന്നത്? നമ്മൾ അതിനാണോ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? മറ്റുള്ളവർ തൊട്ടിട്ട് അതിൻ്റെ പേര് കരഞ്ഞുകൊണ്ടിരിക്കാനാണോ നമ്മൾ ഒരാളുടെ ആക്രമണം? എവിടെയെങ്കിലും പോകുന്ന സിറ്റുവേഷനിൽ ബാക്കിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഷോളെ പിടിച്ച് വലിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ കാണിച്ചത്. നടന്നു പോകുന്ന സിറ്റുവേഷനായിരുന്നു. ആദ്യം നമ്മൾ കുറുക്ക് മുറുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വിരലുകൾ ഇട്ടിട്ട് നമ്മളെ ആദ്യമേ സേഫ് ആക്കും. വളരെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു വന്നിട്ട് എന്ത് ചെയ്യണം? വിട്ടു. ഇനി നാട്ടിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക. കേരള പോലീസിൻ്റെ ഈ വനിതാ വിഭാഗം ഇപ്പോൾ നാട്ടുകാരെ മുഴുവൻ സ്വയം പ്രതിരോധം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കേരള പോലീസിൻ്റെ സ്റ്റാളിലാണ്. മേഡം നമസ്കാരം. ഇപ്പോൾ ആളുകളെല്ലാം പ്രതിരോധം നിങ്ങൾ പഠിപ്പിക്കുകയാണല്ലേ? ഇനി ഈ നാട്ടിലെ പൂവാലന്മാരൊക്കെ ഒന്ന് പേടിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം. അതായത് വുമൺ സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം. അവരെ പ്രതിരോധം പഠിപ്പിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ സന്നദ്ധരാക്കുക. കൂടുതലും ഇപ്പോഴത്തെ സ്ത്രീകളൊക്കെ കൂടുതലും ജോലിക്ക് പോകുന്നവരും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ അതിന് ചെറുതായിട്ട് കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്, അതായത് കയ്യിലൊന്നും ആയുധങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഉള്ള ചെറിയ ചെറിയ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം. നമ്മൾ ഒരാളെ ഡിഫെൻഡ് ചെയ്യുമല്ല, അതിന് പകരം ആ സാഹചര്യത്തെ, ഇപ്പം ഒരാൾ നമ്മളെ തുറിച്ചു നോക്കി, അല്ലെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ചിലപ്പം ആക്രമിച്ചേക്കാം എന്നൊരു രീതി ഉണ്ടാകുമ്പോൾ എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് രക്ഷപ്പെടുകയും വേണം. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടെക്നിക്സാണ്. എങ്ങനെ അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാം, എന്നിട്ട് പെട്ടെന്ന് രക്ഷപ്പെടാം എന്നുള്ളതിനോട് ചെറിയ ചെറിയ ടെക്നിക്സാണ് നമ്മൾ ഇതുവഴി കൊടുക്കുന്നത്. കോളേജിലും സ്കൂളുകളിലൊക്കെ ഇത്തരം പരിശീലനം നൽകുന്നുണ്ടോ? ഉണ്ട്. കോളേജിലും സ്കൂളുകളിലും പരിശീലനം നൽകുന്നുണ്ട്. അതായത് വനിതാ സ്വയം പ്രതിരോധ പരിശീലന പദ്ധതിയിലെ ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പം ഇതിൻ്റെ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? എല്ലാവർക്കും നല്ലതാണ്. കുട്ടികളാണെങ്കിലും എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കും, പെൺകുട്ടികളും സ്ത്രീകളും. അപ്പം എല്ലാവരും നല്ല രീതിയിലാണ് എന്നെ സമീപിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണം എന്നാണ് പെൺകുട്ടികളും സ്ത്രീകളും എല്ലാം പറയുന്നത്. നമ്മൾ കുടുംബശ്രീയിൽ പോയി ക്ലാസ് എടുക്കാറുണ്ട്, സ്കൂളുകളിൽ പോകാറുണ്ട്, കോളേജുകളിൽ പോകാറുണ്ട്. എല്ലാവർക്കും നല്ല പ്രതികരണമാണ്. എല്ലാവരും പോസിറ്റീവായിട്ടാണ് സമീപിക്കുന്നത്. അവർക്ക് പഠിക്കണം എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സാധാരണ ഇപ്പം നമ്മളെ ഈ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ മറ്റുള്ളവർ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ സ്വയം പ്രതിരോധിക്കാം അത്യാവശ്യം ഘട്ടങ്ങളില്ലേ? അതാണ് നമ്മൾ നോക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണല്ലേ? അതെ. കുട്ടികൾ സ്വയം എല്ലാവരും പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പിന്നീട് നമുക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പ്രാവശ്യം പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അറിയാം നമ്മൾ എത്രത്തോളം പ്രതികരിക്കാതിരിക്കുന്നോ അവരത്രത്തോളം നമ്മളെ ചൂഷണം ചെയ്യും. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്ന കാര്യം അവരത് മിണ്ടാതിരിക്കും. ഇപ്പോൾ ആരെങ്കിലും ഒന്ന് തുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിട്ടുകളയും. പിറ്റേ ദിവസം അയാൾ തുറിച്ച് നോക്കുക, അയാൾ കുറച്ചും കൂടി അടുത്ത സ്റ്റെപ്പിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞ് ആദ്യം തന്നെ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോകേണ്ടി വരില്ലായിരുന്നു. അപ്പം പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഒരു അവയർനെസ്സാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ സ്വയം പ്രതിരോധിക്കുക മാത്രമല്ല, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, തുടർന്നുള്ള കാര്യങ്ങളിലും നിയമപരമായ സഹായത്തിനും കേരള പോലീസ് ഉണ്ടാകും അല്ലേ? ഒപ്പം ഉണ്ടാകും, എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാകും. അതാണ് കേരള പോലീസ് നൽകുന്ന ഉറപ്പ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു കൊച്ചു പെൺകുട്ടി പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഈ മേഡം ഇവർ പറഞ്ഞു തന്ന, ഈ പോലീസുകാർ പറഞ്ഞു തന്നത് പ്രയോജനമാണോ? പ്രയോജനമാണ്. നമ്മളൊക്കെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ആരെങ്കിലും ആക്രമിക്കാനൊക്കെ വരുമ്പോൾ നമുക്ക് സ്വയം രക്ഷപ്പെടാനൊക്കെ ഇത് ഭയങ്കര സഹായകമാണ്. ഇനി സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കാനൊക്കെ വരാറുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ്.
തീർച്ചയായിട്ടും അത് തന്നെയാണ് കേരള പോലീസ് നമുക്ക് പകർന്നു നൽകുന്നത്. ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഈ വനിതാ സേനാംഗങ്ങൾ ഇവിടെ എത്തുന്ന, ഈ സ്റ്റോളിലെത്തുന്ന ഓരോ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പകർന്നു നൽകുന്ന. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.